ശാന്തി. ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നങ്ങളില്ല. പ്രശ്നം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിറ്റുവേഷൻ മാത്രമാണ്. ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കടന്നു പോവുകയും ചെയ്യും. ഇന്ന് ഒരിക്കലും നമുക്ക് പിടിച്ചു നിർത്താനാവുന്നില്ലല്ലോ, ഈ നിമിഷം പിടിച്ചു നിർത്താനാവില്ലല്ലോ. ഇത് കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അടുത്ത നിമിഷത്തിലേക്ക്. ഇന്നലെ വീണ്ടും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ലല്ലോ, ഇന്നലെ കഴിഞ്ഞു പോയതാണ്. എങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങളും ഒരിക്കലും തങ്ങി നിൽക്കുന്ന സാധനങ്ങളല്ല, അതും കടന്നു പോകുന്നതാണ്. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. ഇന്ന് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഇക്കാര്യം പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു ജാലവിദ്യക്കാരൻ, അയാൾ തൻ്റെ ജാലവിദ്യ കാണിച്ച് ഒരു രാജാവിൻ്റെ സദസ്സിലേക്ക് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഗസ്റ്റായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ജാലവിദ്യകൾ പല വിധത്തിലുള്ള പ്രകടനങ്ങൾ കാണിച്ചു. സദസ്യരും രാജാവും സന്തോഷം കൊണ്ട് കണ്ട് മതിമറന്നിരിക്കുന്ന സമയം അദ്ദേഹം ഒരു സീരിയസ് ആയിരിക്കുന്ന ജാലവിദ്യ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജാലവിദ്യ കാണിച്ച് രാജാവിൻ്റെ കിരീടത്തെ അപ്രത്യക്ഷമാക്കി. കിരീടം അപ്രത്യക്ഷമായപ്പോൾ രാജാവിന് ക്രോധം സഹിക്കാനായില്ല. ഉടനെ തന്നെ ഇന്നേക്ക് 3-ാം ദിവസം ഇദ്ദേഹത്തിന് തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുകയാണ്. ഈ വധശിക്ഷയുടെ വിധി കേട്ടപ്പോൾ കുറേ പേര് വിഷമിച്ചു, കരഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈഫും മക്കളും എല്ലാം കണ്ണീരിൽ മുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം അപ്പോഴും പറഞ്ഞു, എല്ലാ കാര്യത്തിനും ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാവും, നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട, 3 ദിവസം ബാക്കിയുണ്ടല്ലോ കയ്യിൽ എന്ന്. 3 ദിവസം കാത്തിരുന്ന ഒരു സൊല്യൂഷനും വന്നില്ല. അവസാനം അദ്ദേഹത്തിന് തൂക്കുമരത്തിൽ കൊണ്ടുപോയി തൂക്കുമരത്തിൻ്റെ താഴെ എത്തി. അവിടെ എത്തിയ സമയത്ത് അതുവരെ കൂളായിരിക്കുന്നതായിരുന്നു അദ്ദേഹം. അവിടെ തൂക്കുമരത്തിന് താഴെ എത്തിയെന്ന് കണ്ടപ്പോൾ ഉറക്കുറക്കെ കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, നീ എന്തിനാ ഇത്ര നേരം ഭയങ്കര കൂളായിരുന്നല്ലോ, ഇപ്പോൾ പെട്ടെന്ന് ഇത്രയധികം വിലപിക്കാൻ കാരണം എന്താ, നിനക്ക് നിൻ്റെ ജാലവിദ്യ ഒന്നുമില്ലേ രക്ഷപ്പെടാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറിച്ച് ഓർത്ത് ഒരു വിഷമമില്ല രാജൻ, എന്നെക്കുറിച്ച് വിഷമിക്കുകയായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ കരയുമായിരുന്നല്ലോ, എനിക്കിപ്പോൾ ആ ഒരു ജാലവിദ്യയെക്കുറിച്ച് ഓർത്തുള്ള വിഷമമാണെന്ന് പറയും. എന്ത് ജാലവിദ്യ എന്ന് ചോദിക്കും രാജാവ്. അപ്പോൾ പറയും, ഞാനൊരു പറക്കുന്ന കുതിരേനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ജാലവിദ്യയിലൂടെ. 1 വർഷം കൂടെ സമയം കിട്ടുമായിരുന്നുവെങ്കിൽ ആ കുതിര പൂർണ്ണമായിട്ടും പറക്കുന്ന കുതിരയായിട്ട് വന്നേനെ. എങ്കിൽ ആ ജാലവിദ്യ എത്ര ശ്രേഷ്ഠമായിട്ട് താങ്കൾക്ക് ഉപയോഗിക്കാനാകുമായിരുന്നു. ഇനി രക്ഷയൊന്നും ഇല്ലല്ലോ, അത് പണിപ്പുരയിൽ പകുതി വഴിക്ക് നിൽക്കുകയാണ്. 1 വർഷമെങ്കിലും സമയമുണ്ടെങ്കിൽ അതിനെ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ആ ജാലവിദ്യ എനിക്ക് ചെയ്യാനായില്ലല്ലോ എന്നുള്ളതായിട്ടുള്ള വിഷമാണെന്ന് പറയും. അപ്പോൾ രാജാവിൻ്റെ മനസ്സിലെ ലോഭം ഉണർന്നു. പറക്കുന്ന കുതിരേനെ ജാലവിദ്യയിൽ 1 വർഷം സമയം കൊടുത്താൽ മതിയല്ലോ, എനിക്ക് ആപത്തൊന്നും വരാനില്ല. അപ്പോൾ ഇയാളോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, 1 വർഷ സമയം കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വധശിക്ഷ വിധിച്ചോളാം, തൂക്കിക്കൊല്ലാൻ വേണ്ടിയുള്ളതായിട്ട് ഡേറ്റ് നിശ്ചയിക്കാം. ഇപ്പോൾ നീ ഒരു കാര്യം പോയിട്ട് ആ കുതിരേനെ പൂർണ്ണമായിട്ട് പണി കഴിപ്പിക്കേ, പക്ഷേ കണ്ടീഷനുണ്ട്, പണി കഴിഞ്ഞാൽ ആ കുതിര എനിക്ക് തരണം എന്ന് പറയും. അപ്പോൾ അതിനിപ്പോൾ എന്താ വിരോധം, ഞാൻ അങ്ങയ്ക്ക് തരാൻ വേണ്ടി തന്നെയായിരുന്നു അതിനുണ്ടാക്കിയത്, തീർച്ചയായിട്ടും അങ്ങയ്ക്ക് തരുന്നതാന്ന് പറയും. അങ്ങനെ ഇയാളെ വെറുതെ വിട്ടു. അയാൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയും മക്കളും അയാളെ പ്രിയപ്പെട്ടവരെ കൂടി ഇരുന്ന് കരയുകയാണ്. അയാളെ തൂക്കി കൊന്നിട്ടുണ്ടാവുന്നതായിട്ടുള്ള വിഷമത്തിൽ എല്ലാവരും ഇരുന്ന് കരയുക. ഇയാളെ കണ്ടപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. അങ്ങനെ അയാളെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. ഒരിക്കൽ കൂടി എല്ലാവരും കെട്ടിപ്പിടിച്ചു, സമാധാനമായി. എങ്ങനെ വിട്ടയച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 1 വർഷം കഴിഞ്ഞ ശേഷം വീണ്ടും എനിക്ക് വധശിക്ഷ വിധിക്കപ്പെടുമെന്ന്. അത് കേട്ടപ്പോൾ വീണ്ടും വൈഫ് കരയാൻ തുടങ്ങി. കാരണം 1 വർഷം കൊണ്ട് പറക്കുന്ന കുതിര എന്നൊരു സാധനവും ഇല്ല എന്നും അങ്ങനെ ഒരു ജാലവിദ്യ നടക്കുന്നുമില്ല എന്നും ഭാര്യയ്ക്കും അറിയാം, മക്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാമായിരുന്നു. 1 വർഷം കഴിഞ്ഞാൽ എന്തായാലും വധിക്കപ്പെടുമല്ലോ എന്ന് ഓർത്തപ്പോൾ അവർ വല്ലാതെ വിഷമിച്ച് കരയാണ്. അവർ 1 വർഷം സമയമുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്താ വിരോധമുള്ളത്, എന്തും 1 വർഷം കൊണ്ട് സംഭവിക്കാം, അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കാൻ പറയും. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ പോലെ രാജാവ് ഒരു രോഗം വന്നു മരിച്ചു. രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ആര് വധശിക്ഷ നടപ്പിലാക്കാൻ, ആര് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി കൊല്ലാൻ? അതുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് അയാൾ പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുരുങ്ങിയിട്ട് എനിക്ക് ഒരു പോംവഴിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിന് പകരം താൽക്കാലികമായിട്ട് ആ പ്രശ്നത്തെ മാറ്റിവെക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് കൈവിടാതിരിക്കണം. അതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ട്. ആ പരിഹാരം ആ പ്രശ്നത്തിനുള്ളിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ആ പ്രശ്നത്തെ ശരിക്കും പഠിച്ചാൽ നമുക്ക് അതിൻ്റെ പോംവഴിയെ കണ്ടെത്താം. രാജാവിൻ്റെ ക്രോധത്തിന് രാജാവിൻ്റെ ലോഭം കൊണ്ട് അതിജീവിച്ചപ്പോൾ ഈ ജാലവിദ്യക്കാരൻ തൻ്റെ ജീവിതം രക്ഷിക്കാനായി.
അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രോബ്ലം എന്തെന്ന് ഒരു കാഴ്ചക്കാരനെ പോലെ കാണാൻ പഠിച്ചാൽ അവസരങ്ങൾ വരുമ്പോൾ മനസ്സ് വിഷമിച്ച് അതിനടിമയാകാതിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു ശാന്ത മനസ്സോടുകൂടെ ചിന്തിക്കാനായാൽ പരിഹാരങ്ങളില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. അതുകൊണ്ട് മനസ്സിൻ്റെ കാംനെസ് കൈവിടാതെ എന്ത് പ്രോബ്ലം വരുമ്പോഴും എന്ത് സൊല്യൂഷൻ വരുമ്പോഴും അതിനും ഒരു ഉത്തരമുണ്ട്, അത് ഞാൻ കണ്ടെത്തിക്കൊള്ളും എന്ന് നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കിയാൽ തീർച്ചയായിട്ടും എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ട് ജീവിതത്തിലെ സന്തോഷം നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് മനസാന്നിധ്യം കൈവിടാതെ, ഭഗവാന്റെ അടുത്തുള്ള വിശ്വാസത്തെ കൈവിടാതെ തൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ നോക്കൂ. എങ്കിൽ ജീവിത വിജയം നിങ്ങൾക്കുള്ളതാണ്. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.